ഓം ശാന്തി. 30/4/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, ബാബ നിങ്ങളെ പുരുഷോത്തമനാക്കുന്നതിനായി പഠിപ്പിക്കുകയാണ്. നിങ്ങളിപ്പോൾ കനിഷ്ഠരിൽ നിന്ന് ഉത്തമ പുരുഷൻ ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരിലും ഉത്തമരാണ് ദേവതകൾ. ബാബ തമോ പ്രധാനരും കനിഷ്ഠരുമായ ആത്മാക്കളെ പുരുഷോത്തമരാക്കുകയാണ്, ഉത്തമ പുരുഷരാക്കുകയാണ്. ഉത്തമ പുരുഷർ എന്നാൽ ദേവീ ദേവതകൾ എന്നാണ് അർത്ഥം. നാം ദേവീ ദേവതകളാകുന്നത് പഠിത്തത്തിലൂടെയാണ്. ബാബ എന്താണോ നമ്മെ പഠിപ്പിക്കുന്നത് അത് നാം മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് ഉന്നതിയുണ്ടാകുന്നു. ആത്മാവ് ശുദ്ധമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ കനിഷ്ഠരിൽ നിന്ന് ഉത്തമ പുരുഷരാകുമ്പോഴാണ് ദേവീ ദേവതകളാകുന്നത്. ചോദ്യം: ഇവിടെ നിങ്ങൾ കുട്ടികൾ ഏത് പരിശ്രമം ചെയ്യുകയാണ് അത് സത്യുഗത്തിൽ ചെയ്യില്ല? ഉത്തരം: ഇവിടെ ദേഹം ഉൾപ്പെടെ ദേഹത്തിൻ്റെ എല്ലാ ബന്ധങ്ങളെയും മറന്ന് ആത്മ അഭിമാനിയായി ശരീരം വിടുന്നതിന് വളരെ പരിശ്രമിക്കേണ്ടി വരുന്നു. സത്യുഗത്തിൽ ഒരു പരിശ്രമവുമില്ലാതെ ഇരിക്കെ ശരീരം വിട്ടുപോകും. ഇപ്പോൾ ഇവിടെ ഈ പരിശ്രമം അല്ലെങ്കിൽ പരിശീലനം ചെയ്യുന്നു. നമ്മൾ ആത്മാവാണ്. നമ്മൾ ഈ പഴയ ലോകവും പഴയ ശരീരവും വിടണം, പുതിയത് എടുക്കണം. സത്യുഗത്തിൽ ഈ പരിശീലനത്തിൻ്റെ ആവശ്യമില്ല. ഈ സംഗമയുഗത്തിൽ നാം ചെയ്യുന്ന ഏത് പരിശ്രമമാണ് സത്യയുഗത്തിൽ നാം ചെയ്യാത്തത്? ഈ സംഗമയുഗത്തിൽ ചെയ്യുന്ന എല്ലാ പരിശ്രമവും ഈ സംഗമത്തിൽ മാത്രമുള്ളതാണ്. മുഴുവൻ കൽപ്പത്തിലും, സത്യത്രേതായുഗങ്ങളാകട്ടെ ദ്വാപര കലിയുഗങ്ങളാകട്ടെ. എന്നാൽ ആ ചെയ്യുന്ന പരിശ്രമങ്ങളിൽ മുഖ്യമായ പരിശ്രമമാണ് ആത്മാ അഭിമാനിയായി ശരീരം വിടുക എന്നത്. നാം ഇപ്പോൾ സംഗമയുഗത്തിൽ ഈ ശരീരം ഉൾപ്പെടെ ശരീരത്തിൻ്റെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റി നിർത്തി ആത്മാ അഭിമാനിയായി ശരീരം വിടുന്നതിന് വളരെ പരിശ്രമിക്കുന്നു. നാം ശരീരം വിടുന്നതിന് പരിശ്രമിക്കുന്നില്ല, ആത്മാ അഭിമാനി ആകുന്നതിന്, അതിൽ ദേഹാഭിമാനത്തിൻ്റെ ലാഞ്ചന പോലും വരാതിരിക്കുന്നതിന് നാം വളരെ പരിശ്രമിക്കുന്നു. എന്നാൽ സത്യയുഗത്തിൽ ഇങ്ങനെ ഒരു പരിശ്രമത്തിൻ്റെയോ പരിശീലനത്തിൻ്റെയോ ആവശ്യമില്ല. അവിടെ ശരീരം ഇരിക്കെ സുഖത്തോടെ വിടുന്നു, എന്നിട്ട് അടുത്തത് പോയി എടുക്കുന്നു. നാം ആത്മാവാണ്. ഈ പഴയ ലോകവും പഴയ ശരീരവും വിടണം, പുതിയത് എടുക്കണം. ഈ പരിശീലനം നാം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഇതിനെ പരിശ്രമമെന്നും പറയാം. ഈ ഒരു പരിശ്രമം നാം സത്യയുഗത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മാത്രമേ ഈ പരിശ്രമം ചെയ്യുന്നുള്ളൂ. സത്യയുഗത്തിൽ നാം സഹജമായി ശരീരം വിടും. ഗീതം: ദൂരദേശത്ത് വസിക്കുന്നവനെ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഏതുപോലെ ബ്രഹ്മബാബ തൻ്റേതെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് ഫുൾ പവർ ബാബയ്ക്ക് നൽകി ചിന്തിച്ചതുപോലുമില്ല, ഇതുപോലെ ഫോളോ ഫാദർ ചെയ്ത് 21 ജന്മത്തേക്ക് പ്രാലബ്ധം ശേഖരിക്കണം. 2. പ്രാക്ടീസ് ചെയ്യണം. അന്തിമകാലത്ത് ഒരു ബാബയെ കൂടാതെ മറ്റൊരു വസ്തുവും ഓർമ്മ വരരുത്. നമ്മുടേതായി ഒന്നുമില്ല, എല്ലാം ബാബയുടേതാണ്. ബാബയും സമ്പത്തും ഈ സ്മൃതിയിലൂടെ പാസ്സായി വിജയമാലയിൽ വരണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബ്രഹ്മബാബ തൻ്റേതെല്ലാം ബാബയ്ക്ക് നൽകി. ഒരു പേടിയോ ചോദ്യമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതുപോലെ നമ്മൾ ആത്മാക്കളും ബ്രഹ്മബാബയെ ഫോളോ ചെയ്ത് വരാൻ പോകുന്ന പ്രത്യേകിച്ചും 21 ജന്മത്തേക്ക്
എന്നാൽ പൊതുവെ എല്ലാ ജന്മങ്ങളിലേക്കുമുള്ള പ്രാലബ്ധം ശേഖരിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഒരു ബാബയല്ലാതെ മറ്റാരും ഓർമ്മ വരാതിരിക്കുന്നത് നാം തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യണം. നമ്മുടേതായി ഒന്നും തന്നെയില്ല, എല്ലാം ബാബയുടേതാണ്. അൽഫായും ബേറ്റായും, അതായത് ബാബയും സമ്പത്തും, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ എന്നുണ്ടെങ്കിൽ വിജയമാലയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. വരദാനം: മനസ്സ ഫുൾ അറ്റൻഷൻ നൽകുന്ന ഉയർന്ന കലയുടെ അനുഭവിയായ വിശ്വപരിവർത്തകരായി ഭവിക്കട്ടെ. ഈ അവസാന സമയത്ത് മനസ്സായിലൂടെ വിശ്വപരിവർത്തനത്തിന് നിമിത്തമാകണം. ഇതിനാൽ ഇപ്പോൾ മനസ്സ ഒരു സങ്കല്പമെങ്കിലും വ്യർത്ഥമായാൽ വളരെയധികം നഷ്ടപ്പെടുത്തി. ഒരു സങ്കല്പത്തെയും സാധാരണമെന്ന് മനസ്സിലാക്കരുത്. ഇപ്പോഴത്തെ സമയത്ത് സങ്കല്പത്തിൻ്റെ ചഞ്ചലതയും വലിയ ചഞ്ചലതയായി കണക്കാക്കുന്നു. കാരണം ഇപ്പോൾ സമയം മാറി, പുരുഷാർത്ഥത്തിൻ്റെ ഗതിയും മാറി. അപ്പോൾ സങ്കല്പത്തിൽ തന്നെ ഫുൾ സ്റ്റോപ്പ് വേണം. എപ്പോൾ മനസ്സ ഇത്രയും അറ്റൻഷൻ ഉണ്ടാകുമോ അപ്പോൾ ഉയർന്ന കലയിലൂടെ വിശ്വപരിവർത്തകരാകാൻ സാധിക്കും. ബാബയെപ്പോലെ വിശ്വപരിവർത്തകരാകുന്നതിനായി നമ്മുടെ മനസ്സിലുള്ള ഒരു സങ്കല്പം പോലും വ്യർത്ഥമാക്കരുത്. കാരണം ഈ സംഗമയുഗത്തിൻ്റെ ആധാരത്തിലാണ് വരാൻ പോകുന്ന മുഴുവൻ കൽപ്പവും ഉള്ളത്. ഇവിടെ ഒരു സങ്കല്പം വേസ്റ്റാക്കി അർത്ഥം ധാരാളം വർഷങ്ങൾ വേസ്റ്റാക്കി എന്നാണ്. ഇതിനാൽ ബാബ പറയുന്നു, സങ്കല്പം വേസ്റ്റ് ചെയ്യുന്നത് നിർത്തൂ. ഇപ്പോൾ സമയവും മാറി, പുരുഷാർത്ഥത്തിൻ്റെ ഗതിയും മാറി. ഇതിനാൽ സങ്കല്പത്തിലെ തന്നെ ഫുൾ സ്റ്റോപ്പ് വേണം. എപ്പോഴാണോ മനസ്സ ഇത്രയും അറ്റൻഷൻ കൊടുക്കുന്നത് അപ്പോൾ ഉയരുന്ന കലയിലൂടെ വിശ്വപരിവർത്തകരാകാൻ സാധിക്കും. സ്ലോഗൻ: കർമ്മത്തിൽ യോഗം അനുഭവപ്പെടുക, അർത്ഥം കർമ്മയോഗി ആകുക. കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ പല കോണുകളിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കർമ്മം ചെയ്യുന്നതിനിടയിലും യോഗത്തിലിരിക്കുന്ന അനുഭൂതിയാണ് എന്നുണ്ടെങ്കിൽ കർമ്മയോഗി ആയി എന്നാണ് അർത്ഥം. ഓം ശാന്തി.